Hello friends, welcome back to my channel Mums Daily. ഇന്ന് ഞാനൊരു ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കേരള ചിക്കൻ റോസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്രിസ്മസ് ഒക്കെ അല്ലേ, ക്രിസ്മസ് അല്ലെങ്കിൽ പോലും ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ, നമ്മൾ സാധാരണ ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കേരള റോസ്റ്റ് ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം എളുപ്പമാണെന്നുള്ളത്. അപ്പം ഞാൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഏലക്കായും ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ്. അപ്പം അതിനായിട്ട് ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ഇഞ്ച് വലിപ്പമുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 കഷ്ണം ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഞാൻ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഏലക്കയും ചതച്ചത് റെഡിയാണ്, അത് മാറ്റി വയ്ക്കുക. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു ബൗളാണ്. പിന്നെ ഈ ബൗളിനകത്തോട്ടാണ് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇടാൻ പോകുന്നത് ഒരു 3/4 കിലോളം കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റി കളഞ്ഞിട്ടുള്ള ചിക്കനാണ്. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് സവോളയാണ്. സവോള ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ സവോള ആയിരിക്കണം, നീളത്തിൽ അരിയണ്ട, ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞാൽ മതി. ഈ സവോളയും ഞാൻ ഒരു 4-5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് ഈ അരിഞ്ഞ സവോളയും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. അടുത്തത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഏലക്ക. ഇത് ചതച്ച് വെച്ചതും ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അടുത്തത് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഗരം മസാല. അത് നിങ്ങളുടെ ആ ചിക്കൻ എടുക്കുന്ന അളവിൻ്റെ എരിവനുസരിച്ച് എടുക്കുക. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ തൈരാണ്. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 3-4 കീറിയ പച്ചമുളക്, പിന്നെ വേണ്ടത് ഒരു തക്കാളി. ഇത് രണ്ടും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഈ ഉപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഞാനിനി ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അത് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നവർക്ക് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം, അത് കുഴപ്പമില്ല. ഇപ്പം സ്പൂൺ വെച്ച് ചെയ്യുന്നവർക്ക് ചെയ്യാട്ടോ, പക്ഷെ ഞാനിവിടെ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ കൈ വെച്ച് നല്ലതുപോലെ അങ്ങ് തിരുമ്മി പിടിപ്പിക്കണം. ഈ ചിക്കനുമേ എല്ലാം തിരുമ്മി പിടിപ്പിക്കുക. ഞാനിപ്പോൾ ഇവിടെ നല്ലതുപോലെ തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂണോളം എണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണേ. അപ്പം ഞാൻ നല്ലതുപോലെ തിരുമ്മിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി സമയമുണ്ട്, നിങ്ങളൊരു 10 മിനിറ്റ് നേരം വെച്ചോ, അത് അത്രത്തോളം ടേസ്റ്റ് കൂടും. ഇനി സമയമില്ലേ, ഇപ്പം ഞാൻ വെച്ചിട്ടില്ല, ഞാൻ റെസ്റ്റ് ചെയ്യാനത് വെച്ചില്ലായിരുന്നു. ഞാൻ സ്ട്രെയിറ്റ് അവേ ഞാനത് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ സ്ട്രെയിറ്റ് അവേ കുക്കിങ്ങിലോട്ട് കിടക്കുക. ഞാനിവിടെ ഒരു അടിക്കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. എൻ്റെ പാത്രം കണ്ട് പേടിക്കണ്ട കേട്ടോ. ഞാൻ ഈ പാത്രത്തിൽ വെക്കാനാണ് കംഫർട്ടബിൾ കേട്ടോ. കാരണം നമ്മുടെ അമ്മമാരുണ്ടല്ലോ, ചില അമ്മമാർക്ക് എത്രത്തോളം നല്ല പാത്രം ഉണ്ടെങ്കിലും അവരുടെ പഴയ പാത്രത്തിലല്ലേ വെക്കുള്ളൂ. ആ ഒരു കൂട്ടത്തിലാണ് ഞാനൊന്നും കരുതിക്കോ. അതുകൊണ്ടാണ് ഈ പാത്രം ഇങ്ങനെ ഇരിക്കുന്നത്. സോറി കേട്ടോ. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കാരണം ഇത് കേരള ചിക്കൻ റോസ്റ്റൊക്കെ ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റി. അപ്പം ഇതിനകത്തോട്ട് ഇനി നമ്മൾ ഓൾറെഡി തിരുമ്മി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ട് ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് എണ്ണയ്ക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഓക്കെ, ഞാൻ ചേർക്കാൻ പോകുന്നത് വേപ്പിലയാണ്. ഒരു പിടി വേപ്പില ഒന്ന് അതിൻ്റെ മേലൊന്ന് വെതറിട്ട് നമുക്ക് മൂടി വെക്കാം. വേറെ ഇളക്കി കൊടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. ഇനി നമുക്കിതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറു തീയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറക്കുക, ഇളക്കുക, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അപ്പം അതിൻ്റെ വേവ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നുന്ന സമയത്ത് നിങ്ങൾക്കിത്
ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഈ ചിക്കൻ്റെ ചിക്കൻ റോസ്റ്റ്. അത്രയും ഈസിയാണ്. ഇപ്പം ഇതിന് ചെറിയൊരു സിമ്മിലിട്ടിട്ട് നമുക്ക് നമ്മുടേതായ പണിയിലോട്ട് കടക്കാം. ഇത് ഒത്തിരി ഇളക്കിയൊന്നും നിൽക്കണ്ട. എന്നാൽ ഇത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ശരിക്കും തനി നാടൻ കേരള ചിക്കൻ റോസ്റ്റിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. നോക്കിയിട്ട് ഞാനിവിടെ വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല. ചിക്കനിൽ നിന്ന് ഓൾറെഡി ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ്. വേറെ ഒന്നും ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കും വേണ്ട. എപ്പോഴും ഒരു ചെറിയ തീയിൽ ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് ചെറിയ തീയിലും പിന്നീട് ഒരു മീഡിയം തീയിലും ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇവിടെ എനിക്ക് ചിക്കനെല്ലാം വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഗ്രേവി കുറച്ചും കൂടെ വറ്റിക്കണം, ഒന്നും കൂടെ റോസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. കാരണം ഞാൻ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുവാണ്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവുണ്ട് കേട്ടോ, അതുകൊണ്ട് ഉപ്പ് ചേർക്കുവാണ്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയില ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് മല്ലിയില അവോയ്ഡ് ചെയ്യാം കേട്ടോ, മല്ലിയില ഇടണമെന്നില്ല. അടുത്തത് ഞാൻ ഒരു പച്ചമുളക് കീറിയിടുവാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വെള്ളം ഗ്രേവി കുറച്ചും കൂടെ തിക്കറാവുന്നുണ്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇല്ലാന്നുണ്ട് നല്ല ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ തീയിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്. വീട്ടമ്മമാർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. ഒത്തിരി നേരം ഇളക്കി ഒന്നും നമുക്ക് നിൽക്കണ്ട. ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മുടെ ഒരു ശ്രദ്ധ കൊടുത്താൽ മതി. അപ്പം ഈ ഒരു ചിക്കൻ റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ കേട്ടോ. അപ്പം അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ വരാം. സോ അൻറ്റിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.